വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാ നമ്മുടെ ബിബ്ര ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടാ നോക്കൂ, എൻ്റെ ഹസ്ബൻഡും മോനും അവർ ഫ്രണ്ടിൽ എനിക്ക് വഴി കാണിച്ച് നടക്കുകയാണ്. സോ ഇതാണ് നമ്മൾ നടക്കാൻ പോകുന്ന ഒരു പാത്തെന്ന് പറഞ്ഞാൽ സൈഡിലൊരു ലേക്കാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്നേക്സ് ഉണ്ടാവും, നിങ്ങൾ ഇവിടെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാർണിങ്സ് എല്ലായിടത്തും ഉണ്ടാവും. ഓപ്പോസിറ്റ് നടക്കാൻ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാ ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊരു ഗെറ്റ് ടുഗെദറൊക്കെ വെക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമാണിത്. കണ്ടോ, ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഫാമിലിയുടെ കൂടെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ കണ്ടോ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു ബിൽഡിങ്, അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ പാർക്കിന് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഇവിടെയുണ്ട്. ഈവൻ ബേബി ചേഞ്ചിങ്, പിന്നെ വീൽ ചെയർ അസിസ്റ്റൻറ്റ് ടോയ്ലറ്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈവൻ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നാലോ അല്ലെങ്കിൽ പ്രായമായവരെയും കൊണ്ട് ഒത്തിരി വീൽ ചെയറിലൊക്കെ ആളുകളെയും കൊണ്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് നടക്കാനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും അവരുടെ കൺവീനിയൻസ് എല്ലാം മേക്ക് ഷുവർ ചെയ്യുന്നൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, സ്നേക്സ് ലീവ് ഹിയർ. ഇഫ് യു സീ എ സ്നേക്ക് പ്ലീസ് ഡു നോട്ട് അപ്രോച്ച്, മൂവ് അവേ സ്ലോലി. അവർ വാർണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. അതിനെ ഉപദ്രവിക്കില്ലെന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട്. Look here. Right. Antapa. Oh, Antapan is sleeping. Make sure. അവൻ നല്ല ഉറക്കായി, നല്ല കാറ്റൊക്കെ അടിച്ച് അപ്പയും അമ്മയും കൂടെ നടന്നപ്പോഴത്തേക്ക് അവൻ പതുക്കെ ഉറക്കമായി. എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ വീഡിയോയിൽ? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ പതുക്കെ പറയാമെന്ന് വീഡിയോസിലൊക്കെ. ഓക്കെ, അങ്ങനെ അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അവരവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് കുഞ്ഞുങ്ങൾ അത്രയും സമയം കൂടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊരു റിലാക്സേഷനും ഒരു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നടക്കാനൊരു സമയം. ഭാവി പരിപാടികൾ, ഇനിയും ജോലി വീട് എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന ടൈമാണ് ഈ വാക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ടൈം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എവിടെയെങ്കിലും ഒരു പോയിൻ്റ് അട്രാക്റ്റീവായിട്ട് കാണുമ്പോൾ വീഡിയോയിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല വിജലംബിച്ച സ്ഥലം പോലെ ഉണ്ട്. കണ്ടോ ഗൈസ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിൽ നടക്കാൻ നല്ല പേടിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഓസ്ട്രേലിയ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എങ്ങും ഒരു വേസ്റ്റോ സാധനങ്ങളോ ഒന്നും അങ്ങനെ കാണുന്നില്ല. നമ്മുടെ ഇത് കണ്ടോ, ഞങ്ങൾ നടന്നിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഇതാ അവിടെ ഒരു കുഞ്ഞ് പാർക്കൂടെ ഞങ്ങൾ കണ്ടു. മറ്റു പാർക്കുമായിട്ട് ഇത് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇവിടെ ഇത്ര വീടുകൾ ചേരുന്നിടത്ത് എപ്പോഴും ഒരു പാർക്ക്, കുഞ്ഞുങ്ങളുടെ അവരുടെ എൻജോയ്മെൻറ്റും എല്ലാം കൺസിഡർ ചെയ്ത് കുഞ്ഞൊരു പാർക്കുണ്ട്. കണ്ടോ, അവിടെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. നമുക്ക് വെള്ളം കുടിക്കുകയോ മുഖം കഴുകുകയോ എന്തൊക്കെ ചെയ്യാം. കൂടുതൽ ഇത് ഡ്രിങ്കിങ് വാട്ടറാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ഒരു നൈറ്റ് ടൈം വ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒത്തിരി നൈറ്റൊന്നും ആയിട്ടില്ല, എന്നാലും ലൈറ്റൊക്കെ ഇട്ട് ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് മിന്നിത്തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോകാനായിട്ടുള്ള റെഡിയായി. ഞങ്ങളുടെ വണ്ടി ഇവിടെയുണ്ട്. അവരെ ഫോൺ ചെയ്ത് ഓൾറെഡി കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോരാൻ പറഞ്ഞു. ഇതാണ് നൈറ്റ് ടൈം വ്യൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ പാർക്കിൽ വന്ന് കുഞ്ഞുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഞങ്ങളൊരു കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു. നല്ല വണ്ണമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഞങ്ങളുടെ കുഞ്ഞുമണി ഇതേ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അവന് നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നൈറ്റ് ടൈം വ്യൂ എങ്ങനെയുണ്ട്? ലൈറ്റൊക്കെ ഇട്ടു, അവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ മിന്നി തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. അപ്പോൾ ഇനി അവർ വന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ബാക്കി വിശേഷങ്ങളിൽ ഓരോ ദിവസമായിട്ട് കുഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ സമയത്തിനനുസരിച്ച് ഡ്യൂട്ടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ നല്ല ഇൻട്രസ്റ്റിലിരിക്കുകയാണ്, നോക്കാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.